അപ്പോൾ ഇതുപോലത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, അതെനിക്ക് 100% ഷുവറാണ്. 4 ചെറുപഴം എടുക്കുക, അതൊന്ന് തൊലി കളഞ്ഞെടുത്ത് അതൊന്ന് ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇടുക. മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിനി ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 200 ഗ്രാം ഉണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് അതൊന്ന് കുറുകി വരുവാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് കുറച്ച് ചെറുജീരകം ചേർത്ത് കൊടുക്കാം. തരികളുള്ള കാരണം ഞാൻ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഞാൻ ഓൾമോസ്റ്റ് 1.5 കപ്പോളമാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ 4 സ്പൂണോളം 4-4.5 സ്പൂണോളം, അര സ്പൂൺ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത് നമുക്കത് പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് 8 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോൾട്ട് ആഡ് ചെയ്യാം. സാധാ ഉണ്ണിയപ്പത്തിൽ നിന്നും വെറൈറ്റി വേണ്ടേ നമുക്ക് വെറൈറ്റിയുടെ ആളാണല്ലോ. അതുകൊണ്ട് കുറച്ച് കപ്പലണ്ടി നമ്മൾ പൊടിച്ച് ചതച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് വീതി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി മാവ് എണ്ണയിലേക്ക് കുടഞ്ഞിട്ടുണ്ട്. അത് അപ്പം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിനർത്ഥം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബേക്കിംഗ് സോൾട്ട് ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്പൂണിൽ പയ്യെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഒരു വട്ടത്തിലൊക്കെ കിട്ടും. അച്ചില്ലാതെ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നല്ലേ, അപ്പോൾ ചെറുതായൊരു വട്ടത്തിലൊക്കെ നമുക്ക് കിട്ടും. ഉണ്ടയായിട്ട് കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് പയ്യെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് നീക്കി കൊടുക്കാം. നീക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ഈന്തപ്പഴം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്തത്. എന്നിട്ട് അതൊന്ന് തിരിച്ചു കൊടുക്കുക. ഇത് നമുക്ക് അധികം വേവുള്ള സമയമില്ല. എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം. കാരണം ഒരു 2 മിനിറ്റ് മതി ഒരു സൈഡിനൊന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളൊന്ന് മൊരിനൊന്ന് ശ്രദ്ധിക്കുക. ആ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കപ്പലണ്ടി ഇട്ട് കൊടുക്കും. ഏകദേശം അത്രയും സമയം മതി നമുക്ക് ആ ഒരു സൈഡൊന്ന് വേവാൻ. പിന്നെ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. രണ്ടും ഒരു സൈഡും കൂടി ഓൾമോസ്റ്റ് 5 മിനിറ്റ് അടുത്ത് വരുന്നുണ്ടല്ലോ ഒരു സെറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ അതിൻ്റെ കപ്പലണ്ടി വിട്ടു പോകുന്ന കാരണം ഞാൻ വിചാരിച്ചൊന്ന് മാവിലേക്ക് കപ്പലണ്ടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. എന്നിട്ട് നമ്മൾ എണ്ണ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഉണ്ണിയപ്പം എടുത്തിടാം. ഇതുപോലെ ബാക്കിയുള്ള മാവും തയ്യാറാക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ, അച്ചില്ലെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് തയ്യാറാക്കിയ ഉണ്ണിയപ്പം പാത്രത്തിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അതൊന്ന് കുടിച്ചോളും. ഉണ്ണിയപ്പം ആദ്യം ഞാൻ നദാനുവിന് കൊടുക്കുമ്പോൾ അന്തം വിട്ടിരിക്കും കേട്ടോ. ഒന്ന് സംശയിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ കഴിക്കൽ നിർത്തണുണ്ടായില്ല. കഴിച്ചു മോന് ഉണ്ണിയപ്പം വേണോ ഒന്നൊന്നും ചോദിക്കേണ്ടി വന്നില്ല. താനേ പോയി എടുത്ത് കഴിക്കുകയായിരുന്നു. വേണോ? അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഒന്ന് കണ്ടാലോ? സോ ഉണ്ണിയപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. സോ ബൈ, ടേക്ക് കെയർ.